Good morning. Morning, miss. Good morning. Good morning. Good morning, miss. Good morning. എല്ലാരും വീഡിയോ ഓൺ ചെയ്ത് പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. ആരും വീഡിയോ ഓഫ് ചെയ്യില്ല, ഒരു തവണ മാത്രം പ്രസന്റ് ടൈപ്പ് ചെയ്താൽ മതിയേ. വീഡിയോ ഓൺ ആക്കിയിട്ട് ഇരിക്കുക. Good morning, miss. ഗുഡ് മോർണിംഗ്. Miss in the fourth lesson അല്ലേ? Birbal ki khichdi. മിസ് പറയട്ടെ. അപ്പൊ നമ്മള് പേജ് നമ്പർ 17 കഴിഞ്ഞില്ലേ? കംപ്ലീറ്റ് ആയില്ലേ അത് വർക്കുകള്? മൂന്നാമത്തെ ലെസന്റെ വർക്കുകളെല്ലാം പേജ് നമ്പർ 16 and 17 കംപ്ലീറ്റ് അല്ലേ? ഇനി നാലാമത്തെ ലെസൺ ബീർബൽ കി ഖിച്ചടി, അതിപ്പോ മിസ് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഇനി ഒക്ടോബർ ഫസ്റ്റ് വീക്ക് എക്സാം ആണ്. എക്സാമിന് 4 ചാപ്റ്റർ 1, 2, 3, 4 പാഠങ്ങൾ നന്നായിട്ട് പഠിച്ചു വരിക. ഓക്കെ, വേർഡ് മീനിങ് അതിൽ എന്തൊക്കെ 4 പാഠങ്ങളിലുമായിട്ട് എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അവയൊക്കെ നന്നായിട്ട് എഴുതി പഠിക്കാം. ഒരു 10 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവും 4 പാഠത്തിലായിട്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും എഴുതി പഠിച്ചു. ടെസ്റ്റ് കിട്ടുന്ന മുമ്പുള്ളത് വരുമോ? ടെസ്റ്റ് കിട്ടുന്നതിന് മുമ്പുള്ളത് പഠിപ്പിച്ച അത് വരുമോ? ടെസ്റ്റ് കിട്ടുന്നതിന് മുമ്പ് പഠിപ്പിച്ചോ? മുമ്പേ പഠിപ്പിച്ചത് ഗ്രാമർ അല്ലേ? അതില്ല. 1, 2, 3, 4 ചാപ്റ്ററിൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ ആവാം. അതിനകത്ത് മിസ് പഠിപ്പിച്ച ഗ്രാമറും ഉണ്ടല്ലോ മിസ്. പിന്നെ എഡ്വിൻ എന്നോടൊക്കെ എന്തോ സംശയനോട് ഗ്രൂപ്പിൽ എന്റെ ഫോണിൽ എന്തോ ചോദിച്ചിട്ടുണ്ടല്ലേ? ഏതോ ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായില്ലായിരുന്നു. മൂന്നാമത്തെ ലെസന്റെ മിസ് ക്ലാസ് കഴിഞ്ഞിട്ട് അയച്ചു തരാവേ. ഇപ്പോഴാണ് മിസ് അത് കണ്ടത്. ഓക്കെ, നാലാമത്തെ ലെസൺ എടുത്തോളൂ. പേജ് നമ്പർ 18 ബീർബൽ കി ഖിച്ചടി. ഇനിയിപ്പോ ഓരോരോ കുട്ടികൾ ഇനി എത്ര പാടുണ്ട് മിസ്സേ, എങ്ങനെ പഠിക്കണം മിസ്സേ എന്ന് ചോദിക്കോ? ഇല്ല. 1, 2, 3, 4 ചാപ്റ്റർ എക്സാമിന് വരും. ഹിന്ദിയിലെ വേർഡ് മീനിങ്, ശബ്ദാർത്ഥ വേർഡ് മീനിങ്ങിന് ഹിന്ദി വേർഡിന് ഇംഗ്ലീഷ് മീനിങ് ആണ് എഴുതേണ്ടത്. ഇനിയിപ്പോ എക്സാം ആകുമ്പോൾ കുറെ ആൾ ചോദിക്കും ഹിന്ദി മീനിങ് പഠിക്കണോ മിസ്സേ, എക്സാമിന് ഹിന്ദി മീനിങ് ആണോ എഴുതേണ്ടത് മിസ്സേ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, മറന്നുപോകും. ഹിന്ദി വേർഡിന് ഇംഗ്ലീഷ് മീനിങ് ആണ് പഠിക്കേണ്ടത്, ഹിന്ദി മീനിങ് പഠിക്കേണ്ട. ഓക്കെ, ബീർബൽ കി ഖിച്ചടി, ബീർബൽ ഫുഡ് ഖിച്ചടി, ബീർബലിന്റെ ഖിച്ചടി. ഖിച്ചടി മീൻസ് ഒരു ഭക്ഷണ പദാർത്ഥം, അത് അരിയും പയറുവർഗ്ഗങ്ങളും ഒരുമിച്ച് വേവിച്ചുണ്ടാകുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഖിച്ചടി. ഓക്കെ, റെഡി അല്ലേ? ബീർബൽ കി ഖിച്ചടി. पाठ का परिचय। प्रस्तुत चित्रकथा में बीरबल द्वारा चतुराई और बुद्धिमानी से अखबार को अपनी भूल का एहसास करवाने का रोचक ढंग से वर्णन किया गया. ഈ ചിത്രകഥയിലൂടെ, ചിത്രകഥ എന്നല്ലേ, ചിത്രകഥയിലൂടെ ബീർബലിന്റെ സാമർത്ഥ്യവും ബുദ്ധിമാനായ ബീർബലിന്റെ കഥ, അതാണ് അവന്റെ ബുദ്ധി ഉപയോഗിച്ച്, ബീർബലിന്റെ ബുദ്ധി ഉപയോഗിച്ച് അക്ബറിന് ഉണ്ടാകുന്ന മാറ്റം, ഇതൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. പാഠക ഉദ്ദേശം ചിത്രകഥാ പഠൻ കെ ആനന്ദ് കാ അനുഭവ് കർവാന തഥാ ബുദ്ധിമാനിക്ക് സീഖ് ദേന. എന്താ ഈ പാഠത്തിന്റെ ലക്ഷ്യം എന്നറിയോ? ഒന്ന്, ഈ ചിത്രകഥ നോക്കി നിങ്ങൾ ആ പാഠഭാഗം വായിച്ച്, ചിത്രകഥ വായിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലേ, നമ്മള് ബാലരമ, യുറീക്ക അല്ലെ, അതുപോലെ കളിക്കുടുക്ക, അങ്ങനെ. അപ്പൊ അത് വായിക്കുന്നത് പോലെ ഒരു മാറ്റം വരാനും, പിന്നെ ബുദ്ധിമാനെ, അതായത് ബുദ്ധിയെ കുറിച്ചുള്ള ഗുണപാഠം നിങ്ങൾക്ക് കിട്ടാനുമാണ്. ബുദ്ധി പ്രയോഗിക്കേണ്ട കാര്യങ്ങൾ. ലക്ഷ്മിപ്രിയക്ക് ആരാണ് ജസ്റ്റ്, ആരാ കൂടെ ലക്ഷ്മിപ്രിയയുടെ കൂടെ? ആരാണ്? ഓക്കെ,
നോക്കുക മിസ് വായിക്കുന്നത് ശ്രദ്ധിക്കണേ. एक बार अकबर ने कठिन चुनौती का ऐलान करते हुए कहा कि जो व्यक्ति रात भर नदी के ठंडे पानी में गर्दन तक डूब कर खड़ा रहेगा उसे सोने की मोहरें इनाम में दी जाएंगी. ഒരു ദിവസം അക്ബർ എല്ലാവരോടും കൂടി വെല്ലുവിളിച്ച് പറയുകയാണ്. എന്താ വെല്ലുവിളിച്ചത്? ഗുഡ് മോർണിംഗ്. അപ്പോ എന്താ വെല്ലുവിളിച്ച് പറഞ്ഞറിയോ അക്ബർ? ആർക്കാണോ ഒരു രാത്രി മുഴുവനും തണുത്ത വെള്ളത്തില്, ഒരു നദി ഒരു പുഴയില് തണുത്ത വെള്ളത്തില് കഴുത്തറ്റം മുങ്ങിയിട്ട് രാവിലെ വരെ നിൽക്കാൻ പറ്റുന്നോ അവർക്ക് വില കൂടിയ സ്വർണ്ണ നാണയങ്ങൾ ഞാൻ സമ്മാനമായി നൽകും. എന്താണ് വിളംബരം ചെയ്ത്? അതിൽ നഖം കടിക്കരുത്, അതുൽ കേൾവി. എന്താണ്? ഏത് വ്യക്തിയാണോ ആരാണോ ഒരു നദിയില് രാത്രിയില് കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് രാവിലെ വരെ നിൽക്കുന്നുവോ അവർക്ക് ഞാൻ സ്വർണ്ണ നാണയം സമ്മാനമായി നൽകും. സർദിയോ മേ ഐസാക്കർ പാനേക്ക് ചുനൗത്തി കഠിൻ थी. ആ സമയത്ത് നല്ല തണുപ്പ് സമയമാണ്. നല്ല തണുപ്പുള്ള സമയത്ത് നമുക്കാവുക രാത്രിയിൽ പുഴയിൽ പോയി മുങ്ങിക്കിടക്കാൻ പുലരുന്നവരെ ആവുക? നിങ്ങൾക്ക് ആർക്കും ആവുക? സ്വർണ്ണ നാണയം വേണം, അക്ബറിന്റെ രാജാവിന്റെ സ്വർണ്ണ നാണയം വേണമെങ്കിൽ കൈബന്ധിച്ചോ. എഴുപിനെ ആവുക അങ്ങനെ? എന്നാ എഴുപിന് ഇവിടെ അടുത്തന്നെ സ്കൂളിന്റെ അടുത്ത് തന്നെ ഉണ്ട്, ഞാൻ അവിടെ കൊണ്ട് നിൽക്കുന്നുണ്ട് രാത്രി. നോക്കട്ടെ നിൽക്കാനാവും. അപ്പോ നല്ല തണുപ്പുള്ള സമയമാണ് ഈ സമയമല്ല, തണുപ്പുള്ള സമയം. फिर भी एक गरीब पिता अपनी बेटी के विवाह के लिए धन जोड़ने की इच्छा से इस कठिन चुनौती के लिए तैयार हो गया और राजा के सामने उपस्थित हुआ. അതായത് എന്തായി? അത് ഈ സമയത്ത് തണുപ്പ് കാലത്ത്, ഈ മഞ്ഞ് കാലത്ത് ആ വെല്ലുവിളി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ആ സമയത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരച്ഛൻ തന്റെ മകളുടെ വിവാഹത്തിന് പണം എവിടുന്ന് കിട്ടിയില്ല. അപ്പൊ ആ പണം കിട്ടാൻ വേണ്ടി, കാരണം ഇയാള് സമ്മാനം തരുമല്ലോ ഒരുപാട് സ്വർണ്ണ നാണയങ്ങള്, അപ്പൊ അതിനെ കൊണ്ട് തന്റെ മകളെ കല്യാണം കഴിപ്പിക്കാനുള്ള ധാരണയിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയും രാജാവിന്റെ അടുക്കൽ വന്ന് പറയുകയും ചെയ്തു, ഞാൻ റെഡിയാണെന്നുള്ള കാര്യം. ആ പാവപ്പെട്ട മനുഷ്യന്റെ ദാരിദ്ര്യമാണ് അയാൾ ആ വെല്ലുവിളി സ്വീകരിക്കാനുള്ള കാരണം. അകലെ ഉപസ്ഥിത പോവാ. എന്നിട്ടോ രാജാവിന്റെ അടുക്ക് എത്തി. ഇനിയാണ് ചിത്രകഥയിലൂടെ പറഞ്ഞത്. മഹാരാജ് ചുനൗത്തി കേലിയ തയ്യാർ. അല്ലയോ മഹാരാജാവേ, ഈ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. അപ്പൊ രാജാവ് എന്താ പറഞ്ഞത്? ശരി, यदि तुम इस चुनौती को पूरा करने में सफल हुए तो तुम्हें इनाम अवश्य दिया जाए. നീ അതിൽ വിജയിക്കുകയാണെങ്കിൽ നിനക്ക് നല്ല സമ്മാനം ഞാൻ തരുന്നതായിരിക്കും. രാത്രിയിൽ അയാൾ മുങ്ങിക്കിടക്കാൻ തുടങ്ങി അല്ലേ? പിക്ചറിൽ കണ്ടോ നിങ്ങളെ? यदि नदी के ठंडे पानी में खड़े रहकर मैं महाराज की शर्त पूरी कर सका तो बेटी का विवाह आराम से कर सकूंगा. അയാള് ആ മുങ്ങിയെടുക്കുന്ന ചിന്തിച്ചത് എന്താണ്? എന്താ ചിന്തിച്ചെന്ന് പറയാൻ പറ്റുമോ? ഞാൻ എങ്ങനെയെങ്കിലും സഹിച്ചു നിന്നുകൊണ്ട് രാജാവിന്റെ വെല്ലുവിളിയാര് ജയിക്കും. കാരണം എനിക്ക് എന്നിട്ട് എന്ത് ചെയ്യണം? സമാധാനത്തോടു കൂടി എന്റെ മകളുടെ വിവാഹം നടത്തണം. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ആള് വെള്ളത്തിൽ കിടന്നു. അഗലേ ദിൻ ദർബാർമേ, പിറ്റേ ദിവസം രാജാവിന്റെ കൊട്ടാരം. മഹാരാജ് മൈനെ ചുനൗത്തി പൂരി കർ ലീ ഹെ. അല്ലയോ മഹാരാജാവേ, ഞാൻ നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ കറക്റ്റ് പൂർത്തിയാക്കിയിരിക്കുന്നു. മഹാരാജ് അപ്പൊ എന്താണ് പറഞ്ഞത്? തും രാത് പർ ഘണ്ടേ പാനി മേ കൈസേ ഗഡേ രഹ് പായേ. അപ്പൊ അക്ബർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ തണുപ്പുള്ള ഈ വെള്ളത്തിൽ എങ്ങനെയാണ് നിങ്ങൾ രാത്രി മുഴുവനും ചെലവഴിച്ചത്?
അപ്പൊ അയാൾ പറഞ്ഞു മഹാരാജ് മഹൽക്കെ ജരോക്കമേ ജൽത്തെ ദീപക് ദേക്കുക. ഒന്നുമില്ല, രാജകൊട്ടാരത്തിന്റെ ജനലിന്റെ സൈഡില് ഒരു വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. ആ വിളക്ക് നോക്കിക്കൊണ്ടാണ് ഞാൻ അവിടെ നിന്നത്, എടാപ്പുഴയില് കഴുത്തറ്റം വെള്ളത്തിൽ നിന്നത്. ആ വിളക്കെന്നെ നോക്കിക്കൊണ്ട്, വിളക്കെന്നെ ഒന്ന് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ എന്തെയില്ല, തണുപ്പത്ര ബാധിക്കൂല അല്ലെ. महल के दीपक की गर्मी से तुम रात भर पानी में गड़े रहे तो तुम इनाम के हकदार नहीं. അപ്പൊ രാജാവ് പറഞ്ഞു, രാജാവ് വിചാരിച്ചെന്താണ്, ഈ ജനലിന്റെ അടുത്ത് വെച്ച വിളക്കിന്റെ ചൂട് കൊണ്ടാണ് ഇയാള് വെള്ളത്തിൽ കിടന്നെന്നാണ് അയാള് വിചാരിച്ചത്. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ ആ വെളിച്ചത്തിന്റെ ചൂടിലാണോ നിന്നത്, എങ്കിൽ നിങ്ങൾക്ക് സമ്മാനം തരാൻ പറ്റില്ല. सोचा था बेटी का विवाह अब आराम से हो जाएगा पर अब कैसे होगा. പാവം, അയാൾക്ക് വിഷമായി. അയാൾ മനസ്സിൽ വിചാരിച്ചു, എങ്ങനെ ഞാൻ മോളെ വിവാഹം നടത്തും. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ ബീർബൽ ഉണ്ടായിരുന്നു, അക്ബറിന്റെ മന്ത്രി ബീർബൽ അവിടെ തന്നെ ഉണ്ട്. ബീർബൽ മനസ്സിൽ ചിന്തിച്ചു, കുച്ച് തോ സോച്ചിനെ പടക, എന്തെങ്കിലും ഇതിനെതിരെ ചെയ്യേണ്ടി വരും. പാവം, അയാൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ. അക്ബർ ചിന്തിക്കുന്നത് വേറെ രീതിയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും അത് മനസ്സിലാക്കി കൊടുക്കണം. അകലെ ഹി ദിൻ അക്ബർ ബീർബൽ ശിക്കാർ ഖേൽനെ ഗയേ. പിറ്റേ ദിവസം അക്ബറും ബീർബലും കൂടി വേട്ടയാടാൻ വേണ്ടി പോയി. എന്താ മുഹമ്മദ് ചിരിച്ചോണ്ടിരിക്കുന്നത് എവിടുന്ന്? ക്ലാസ്സിലെല്ലാം ശ്രദ്ധിക്കുന്നല്ലേ. ബീർബൽ സോരോങ്കി ഭൂക്ക് ലഗി ഹേ. ബീർബൽ പറഞ്ഞു, അല്ല അക്ബർ ബീർബലിനോട് പറഞ്ഞു, ബീർബലെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ ബീർബൽ എന്താ പറഞ്ഞത്, മഹാരാജ് അബ് കിച്ചടി തയ്യാറാക്കാം. ശരി, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാം. കിച്ചടി, കിച്ചടി മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, അരിയും ധാന്യവർഗ്ഗങ്ങളും ഒരുമിച്ച് വേവിച്ചുണ്ടാക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു അല്ലെ. മുഹമ്മദ് പ്ലീസ് ലിസൺ. ബീർബൽ ഇതനി ഊപ്പർ ബന്ദി ഹാണ്ടി കോ ആഗ് കി ഗർമി കൈസെ മിലേഗി. അപ്പൊ അക്ബർ ബീർബൽ ചെയ്ത് കണ്ടോ, താഴെ തീ കൂട്ടിയിട്ടുണ്ട് അല്ലെ, താഴെ തീ ഉണ്ട് അവിടെ കത്തിച്ചിട്ട്. ഏറ്റവും മുകളിലാണ് പാത്രത്തില് ഈ കിച്ചടി സാധനം വേവിക്കേണ്ട സാധനം ഉള്ളത്. കണ്ടോ എത്ര ദൂരം ഉണ്ട് നോക്കി നിങ്ങള്, കണ്ടോ. ബീർബൽ ഇതനി ഊപ്പർ ബന്ദി ഹാണ്ടി കോ ആഗ് കി ഗർമി കൈസെ മിലേഗി. അല്ലയോ ബീർബലെ, ഇത്രയും മുകളിൽ ഈ പാത്രം കെട്ടിവെച്ചാൽ എങ്ങനെയാ ഈ തീയിന്റെ ചൂട് കിട്ടുക? മഹാരാജ് ധൈര്യ രഹിയെ കിച്ചടി പകുചായി. നിങ്ങൾ പേടിക്കാതിരുന്നാലും ഇപ്പൊ കിച്ചടി റെഡിയാവുമെന്ന് പറഞ്ഞു. ദോ പഹർച്ചേ ഷാം ഹോഗി. ഉച്ച സമയമായി, വൈകുന്നേരമായി. ഇതുണ്ടാ വേവുന്ന്? അത്രയും മുകളിൽ വെച്ചാല് വേവാൻ പറ്റുവോ? ഇല്ല. എന്തിനായിരിക്കും ഇദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? മറ്റേയാളുടെ കാര്യം തീരുമാനാക്കാൻ അല്ലേ. ऐसे तो बन चुकी तुम्हारी खिचड़ी, घाटी को नीचे क्यों नहीं करते? ऐसे खिचड़ी कभी नहीं पकेगी. നീ എന്താ ചെയ്യുന്നത് ബീർബലെ? ഇങ്ങനെ ഏറ്റവും മുകളിൽ വെച്ചാലൊന്നും വേവില്ല, നീ താത്തി വെക്ക്, ഇല്ലെങ്കിൽ ഇന്ന് ഇത് വെന്ത് കിട്ടില്ല എന്ന് പറഞ്ഞു. മഹാരാജ് ആപ്പ് വ്യർത്ത് ഹി അദീർ ഹോ രഹേ കിച്ചടി പകുചായേഗി കുച്ച് ഹി ദേർ. നിങ്ങൾ എന്തിനു വേവലാതിപ്പെടുന്നേ? അല്പം വൈകിട്ടായാലും ലേറ്റ് ആയിട്ടായാലും അത് വെന്ത് കിട്ടുന്നു പറഞ്ഞു. ബീർബൽ ക്യാ ജിദ് പകടെ ബൈഠേ ഹോ, ഹാണ്ടി കോ ആഗ് കെ പാസ് കിയേ ബിനാ ഇസേ ആഗ് കി ഗർമി കൈസേ മിലേഗി. പിന്നെയും രാജാവ് ബീർബലിനോട് ചോദിച്ചു, ബീർബലെ നീ എന്തിനാണ് ചാട്യം പിടിക്കുന്നത്? ഈ മൺപാത്രം ഈ തീയുടെ അടുത്ത് വെച്ചാൽ മാത്രമാണ് അതിൽ നിന്ന് ചൂട് കിട്ടുക. അപ്പൊ ബീർബൽ തിരിച്ചു ചോദിച്ചു, മഹാരാജ് यदि महल के झरोखे में जल रहे दीपक से उस गरीब पिता को गर्मी मिल सकती है तो क्या इतनी सी दूरी पर लगी हांडी को आग की गर्मी नहीं मिल सकती? ആ നദിയിൽ കിടന്ന അദ്ദേഹത്തിന് നമ്മുടെ കൊട്ടാരത്തിലുണ്ടായ ലൈറ്റിന്റെ ചൂട് കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് ഈ മൺപാത്രത്തിന് താഴെയുള്ള ചൂട് കിട്ടാതിരിക്കില്ല? കിട്ടും അങ്ങനെ. അപ്പൊ അയാൾക്ക് ബോധം വന്നു അല്ലെ. बीरबल मैं तुम्हारी चतुराई और अपनी भूल समझ गया और
കൽ ഉസ് ഗരീബ് പിതാ കോ ഉസ്കാ ഇനാം അവശ്യ ദേംഗെ. അല്ലയോ ബീർബലെ, നിന്റെ സാമർത്ഥ്യവും നിന്റെ അതായത് നിന്റെ ആ എന്നെ മനസ്സിലാക്കുന്ന ആ ഒരു അവസ്ഥയും ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് നാളെ തന്നെ നീ എന്ത് ചെയ്യണം, ആ പാവപ്പെട്ട മനുഷ്യനെ, ആ പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ചു കൊണ്ടുവരിക, അവർക്ക് ഞാൻ സമ്മാനം നൽകാം. ജി മഹാരാജ് ആപ്കി ആജ്ഞാ സേ കൽ ഉസേ ദർബാർ മേ ബുലാ ലിയാ ജായേ. ശരി അങ്ങുന്നേ, അല്ലയോ മഹാരാജാവേ ശരി, താങ്കളുടെ ആജ്ഞപ്രകാരം നാളെ ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാം. അകലെ ദിൻ ദർബാർ, പിറ്റേ ദിവസം രാജസഭയില് യേ ഹേ തുമാരാ ഇനാം തും ഇസ്കെ സച്ചേ ഹഖ്ദാർ ഹോ. ഇതാ നിങ്ങളുടെ പറഞ്ഞ സമ്മാനം, ഇതാ നിങ്ങൾ ഇത് വേണ്ട വിധം ഉപയോഗിച്ചോളൂ. അബ് മേം അപ്നി ബേട്ടി കാ വിവാഹ് ആരാം സേ കർ സകൂംഗ. എന്നാൽ ഞാൻ സമാധാനത്തോടു കൂടി എന്റെ മകളുടെ കല്യാണം നടത്തിക്കോളാം. മഹാരാജ് കി ജയ്. അപ്പൊ ബീർബൽ എന്ത് പറഞ്ഞു? മഹാരാജ് കി ജയ്. മനസ്സിലായോ കിച്ചടിയിലെ കഥ? ഇത്ര കഥയുടെ മീനിങ് മനസ്സിലായോ? അപ്പോ ഇനി ആ പാഠഭാഗത്തിലെ വേർഡ് മീനിങ്, സമാനാർത്ഥി ശബ്ദ, വിലോമ ശബ്ദ, ഇവ മൂന്നും എന്ത് ചെയ്യണം? നോട്ടിലോട്ട് എഴുതണം. ഇവ മൂന്നും ശബ്ദാർത്ഥ മറ്റേ കോപ്പിയിൽ എഴുതിയാ പോരെ? ആ മിസ്, ഈ വേർഡ് മീനിങ് ഒക്കെ ആ കോപ്പി ബുക്കിൽ എഴുതി പഠിക്കാവോ? ആ അങ്ങനെയും വേണമെങ്കിൽ എഴുതിക്കോ, നിങ്ങൾക്ക് ഇഷ്ടമില്ല പോലെ അതിൽ എന്തെങ്കിലും എഴുതിയാൽ മതി. ശബ്ദാർത്ഥ, സമാനാർത്ഥി ശബ്ദ. സമാനാർത്ഥി ശബ്ദം പര്യായ പദം, വിലോമ ശബ്ദം ഓപ്പോസിറ്റ് വേർഡ്സ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, മൺഡേ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, തിങ്കളാഴ്ച. ഇന്നലെ ലീവ്, ഗുരുസമാധി. തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? ഇതിൽ ആബ്സെന്റ് ആയവർ ആരെങ്കിലും ഉണ്ടോ? തിങ്കളാഴ്ച ആബ്സെന്റ് ആയവര് അവര് മാത്രം തമ്പ് കാണിച്ചേ. ആബ്സെന്റ് ആയവര് മാത്രം തമ്പ് കാണിച്ചാൽ മതി. ആബ്സെന്റ് ആയവര് ഏബലുണ്ടായിരുന്നോ ക്ലാസ്സില്? ഷഹാന ഷെറിൻ മുഹമ്മദ് വീഡിയോ ഓൺ ചെയ്. മുഹമ്മദ് റിഹാൻ ഉണ്ടായിരുന്നോ ക്ലാസ്സില് തിങ്കളാഴ്ച? ക്ലാസ്സിൽ ആബ്സെന്റ് ആയവർ ആരെങ്കിലും ലീവ് ലെറ്റർ കൊടുക്കാതെയോ അല്ലെങ്കിൽ ഇൻഫോം ചെയ്യാതെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടോ? ഇന്ന് ഗ്രേസ് എല്ലാ ക്ലാസ്സിലും കയറിയിട്ടുണ്ടായിരുന്നോ? മിസ്, ഞാൻ ഒരു ക്ലാസ് ആബ്സെന്റ് ആയിരുന്നു, അത് നെറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ നേരത്തെ ഇൻഫോം ചെയ്തതാ. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ അതുപോലെ പറയാതെ ക്ലാസ് കയറിയിരിക്കുന്നത്? ലീവ് എടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായും ലീവ് ലെറ്റർ ഒന്നുകിൽ ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ ലീവ് ലെറ്റർ ഓഫീസ് നമ്പറിലേക്ക് അയക്കുക. ഇതൊന്നും ചെയ്യാത്തവരാരെങ്കിലും ഈ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ലീവ് അയക്കാം. ഓക്കെ, ആ തീരുമാനിച്ച ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോ അതില് മൗഖിക പ്രശ്നം, ഓറൽ ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം പറഞ്ഞുതരാം. രാത് ഭർ ഡണ്ടേ പാനി മേ ഗഡേ രഹനെ കി കഠിൻ ചുനൗതി കിസ്നെ സ്വീകാർ കി. ആരാണ് രാത്രി മുഴുവനും ഈ തണുപ്പ് സമയത്ത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാന്ന് പറഞ്ഞത്? ഗരീബ് പിതാന്. ഇനാം കെ ധൻ സെ ഗരീബ് ക്യാ കർനാ ചാഹതാ താ. ഈ പണം, ഈ സമ്മാനമായി കിട്ടിയ പണം കൊണ്ട് ആ പാവപ്പെട്ടൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? മലയാളത്തിൽ പറഞ്ഞു നിങ്ങള്. മകളുടെ കല്യാണം നടത്താനാണ് പ്ലാൻ അല്ലേ? അക്ബർ ने गरीब पिता को इनाम देने से क्या मना कर दिया? എന്തുകൊണ്ടാണ് അക്ബർ ആ പാവപ്പെട്ട മനുഷ്യന് ആദ്യം സമ്മാനം നൽകാതിരുന്ന കാരണം? ഉപയോഗിച്ച് അദ്ദേഹം ചൂട് കിട്ടി. അദ്ദേഹത്തിന് ചൂട് പറ്റിയാണ് അദ്ദേഹം നിന്നൊന്നൊരു സമർച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ്, അയാൾ വിശ്വസിച്ചുകൊണ്ടാണ് അയാൾ കൊടുക്കാതിരുന്നത് അല്ലേ? അഗലെ ദിൻ അക്ബർ और ബീർബൽ കഹാ ഗയേ. പിറ്റേ ദിവസം അവർ രണ്ടുപേരും അക്ബറും ബീർബലും എങ്ങോട്ടാ പോയത്?
വേട്ടയാടാൻ വേണ്ടി शिकार करने के लिए അല്ലേ? ओके प्रश्नों के उत्तर लिखो क्वेश्चन आंसर अकबर ने दरबार में क्या ऐलान किया फर्स्ट सेंटेंस आने चुनौती कठिन चुनौती का ऐलान करते कंडा फर्स्ट सेंटेंस मार्क कर एक बार अकबर ने कठिन चुनौती का ऐलान करते हुए कहा कि जो व्यक्ति रात भर नदी के ठंडे पानी में गर्दन तक डूब कर गड़ा हो रहेगा उसे सोने की मोहरें इनाम दी जाएंगी वरे മനസ്സിലാവുന്നില്ല ഫസ്റ്റ് സെന്റൻസ് ഫുള്ള് വാട്സാപ്പിൽ അയച്ചോ ഇല്ല ഇല്ല ഇപ്പൊ തന്നെ മാർക്ക് ചെയ്ത് വെക്കാം മടിയൊന്നും വേണ്ട അവിടെ ഇല്ലവരോട് സംസാരിക്കാതെ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കും ഫസ്റ്റ് പാരഗ്രാഫിലെ ഫസ്റ്റ് സെന്റൻസ് മാർക്ക് ചെയ്യും ഏക് ബാർ അക്ബറിനെ നിങ്ങൾ അവിടുത്തെ സംസാരിക്കാൻ വേണ്ടില്ല അടയാളപ്പെടുത്താതെ അങ്ങനെ എളുപ്പത്തിലായി ശരിയാവില്ല एक बार अकबर ने कठिन चुनौती का ऐलान करते हुए कहा कि जो व्यक्ति रात भर नदी के ठंडे पानी में गर्दन तक डूबकर गड़ा रहेगा उसे सोने की मोहरें इनाम में दी जाएंगी वरे ओके मार्क ചെയ്തോ गरीब पिता सर्दी में रात भर ठंडे पानी में कैसे रहे എങ്ങനെയാണ് നിന്നത് രാത്രിയിൽ മുഴുവനും പറഞ്ഞോ വെള്ളത്തിൽ അദ്ദേഹം പറഞ്ഞ പിക്ചറിലതാ മൂന്നാമത്തെ പിക്ചറില് മൂന്നാമത്തെ പിക്ചർ എടുക്കുക മൂന്നാമത്തെ പിക്ചർ പേജ് നമ്പർ 19-ലെ ഫസ്റ്റ് പിക്ചർ അതിൽ അദ്ദേഹം പറഞ്ഞതാ മഹാരാജ് महल के झरोखों में जलते दीपक देखുക രണ്ടാമത്തെ ആൻസർ ആണ് महल के झरोखों में जलते दीपक देखുക थर्ड क्वेश्चन बीरबल ने खिचड़ी की हांडी को आग से अधिक ऊपर क्यों लगा എന്തിനാണ് അയാൾ ആ മൺപാത്രം ഏറ്റവും മുകളിൽ കെട്ടിവെച്ചത് രാജാവിന് ഇക്കാര്യം മനസ്സിലാവാൻ രാജാവിന്റെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടല്ലേ राजा की भूल समझने के लिए राजा की भूल समझने के लिए മനസ്സിലാവുന്നില്ല നീയാണ് സംസാരിച്ചോണ്ടത് നിക്ക് അപ്പൊ മിസ് പറഞ്ഞത് ക്ലിയർ ആയി കേൾക്കില്ല രാജാവിനെ ഭൂൽ സമജ്നെ के लिए രാജാവിന്റെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ടാണായിരുന്നു അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയ അല്ലേ അക്ബർ को अपनी भूल का एहसास कैसे हुआ എങ്ങനെയാണ് അക്ബർ തന്റെ തെറ്റ് മനസ്സിലായത് बीरबल की चतुराई से अല്ലേ ബീർബലിന്റെ സാമർത്ഥ്യത്തോടല്ലേ മനസ്സിലായത് ബീർബൽ की चतुराई से ഓക്കെ അത് മിസ് അയച്ചുതരാം ഞാൻ മുഹമ്മദിനോട് അങ്ങനെ പറഞ്ഞതാണ് ഗ്രൂപ്പിൽ അയച്ചുതരാം കേട്ടോ ഉചിത വികൽപ്പ് ചുൻകർ സഹി കാ ചിഹ്ന ലഗാവോ ഈ വികല്പം ശരിയായ ആൻസർ തിരഞ്ഞെടുത്തതാണ് എക്സാമിന് ഉണ്ടാവേ ഉചിത വികൽപ്പ് ചുൻകർ അത് പാഠഭാഗത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ പഠിക്കണം ശരിയായ ആൻസർ എടുത്ത് എഴുതുക ചുനൗത്തി കെ ലിയെ കോൺ തയ്യാർ ഥാ ആരായിരുന്നു വെല്ലുവിളിക്ക് തയ്യാറായത് ദർബാരിയ ഗരീബ് പിത ദർബാരി അല്ല ഗരീബ് പിത പാവപ്പെട്ട അച്ഛൻ
ജോരോങ്കി ബൂക്ക് കിസേ ലഗി തീ ആർക്കാണ് നല്ല വിശപ്പ് തോന്നിയത് രാജാവിന് എന്താ പേര് അക്ബർക്കോ അല്ലെ അക്ബർക്കോ ലാസ്റ്റ് സെലക്ട് ചെയ്യാം അക്ബർക്കോ വീഡിയോ ഓഫ് ചെയ്ത് ആരും ക്ലാസ്സിൽ ഇരിക്കേണ്ടതില്ല നിർബന്ധമായും വീഡിയോ ഓൺ ചെയ്യണം गरीब पिता को किसने इनाम देने के इनकार कर दिया ആരാണ് ആ പാവപ്പെട്ട മനുഷ്യന് സമ്മാനം കൊടുത്തതെന്നല്ലേ എതിർപ്പ് പറഞ്ഞത് ആരായിരുന്നു അക്ബറിനെ ഫസ്റ്റ് ആൻസർ സെലക്ട് ചെയ്യാം അക്ബറിനെ गरीब पिता को इनाम किसने दिलाया ആരാണ് പാവപ്പെട്ട അച്ഛന് സമ്മാനം നൽകിയത് രാജാന് ബീർബൽ രാജ ബേട്ടി അപ്പൊ ഉത്തരം എന്താണ് രാജാനെ നെക്സ്റ്റ് കിസ്നെ കിസ്സെ കഹ ഹു സെഡ് ടു ഹർ ആര് ആരോട് പറഞ്ഞു मैंने कठिन चुनौती पूरी कर ली है गरीब पिता ने अकबर से कहा इतनी सर्दी में तुम रात भर डंडे पानी में कैसे गड़े रह पाए നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും സമയം രാത്രിയിലെ തണുത്ത വെള്ളത്തിൽ മുങ്ങിക്കിടന്നതെന്ന് ആരോടാണ് ചോദിച്ചത് എല്ലാരും പറഞ്ഞേ വായ തുറന്ന് ഉത്തരം പറഞ്ഞ ആൻസർ ഉറക്കെ പറ രാജ എന്നല്ല അക്ബറിനെ മുഹമ്മദ് റിഹാൻ ക്ലാസ്സിലാണോ അക്ബറിനെ ഗരീബ് പിതാസെ മുഹമ്മദ് റിഹാൻ ക്ലാസ്സിലല്ല മുഹമ്മദ് കെയും ക്ലാസ്സിലല്ല നിങ്ങൾ ഇങ്ങനെ ആടിയില്ലവർ നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങളെ വീട്ടുകാരോടെല്ലാം സംസാരം കഴിഞ്ഞിട്ട് ക്ലാസ് കയറിയാൽ മതി എന്താ നിങ്ങൾക്ക് ഈ 40 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വീട്ടുകാരോട് സംസാരിക്കണ്ടേ ക്ലാസ് തുടങ്ങിയ സമയം മുതൽ കഴിയുന്നത് വരെ ഉണ്ട് സംസാരിക്കുന്നത് എന്തെന്നാ സംസാരിക്കണ്ടേ ഞാൻ ഇവിടുന്ന് പറഞ്ഞ ഒന്നും അല്ല ശ്രദ്ധിക്കുന്നത് ഒറ്റന്റെ ക്ലാസ് എടുത്തില്ലേ അടുത്ത് നിൽക്കുന്നവരോട് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റന്റെ ക്ലാസ് എടുത്തില്ല അങ്ങനെ പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ പുറത്തു വിടും മുഹമ്മദ് റിഹാൻ രാവിലെ ഒന്നും കഴിച്ചില്ലാന്ന് തോന്നുന്നു ബനിയം കഴിക്കുന്നു നെക്സ്റ്റ് കുച്ച് ഹി ദേർ മേ കിച്ചടി പക് ജായേഗി കുറച്ച് സമയത്തിന് ശേഷം ഭക്ഷണ പദാർത്ഥം കിച്ചടി ഉണ്ടാവും പാകം ചെയ്യും അല്ലെങ്കിൽ ഉണ്ടായി ആവും എന്ന് പറഞ്ഞത് ആരായിരുന്നു എല്ലാരും ഉറക്കെ പറഞ്ഞേ പ്ലീസ് അൺമ്യൂട്ട് എന്നിട്ട് പറ ബീർബലിനെ അക്ബർ സെ പറയുന്ന ആൻസർ ഉറക്കെ പറയാം ഹം ഉസേ ഉസ്കാ ഇനാം ആവശ്യതെങ്കെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടുന്ന സമ്മാനങ്ങൾ നൽകിയേക്കാം അക്ബറിനെ ബീർബൽ സെ തും ഇസ്കെ സച്ചേ ഹഖ്ദാർ ഹോ നിങ്ങൾ യഥാർത്ഥ മത്സരാർത്ഥി അല്ലേ സമ്മാനം നേടിയ ആളാണ് ആരോടെ പറഞ്ഞത് അക്ബറിനെ ഗരീബ് പിതാസ് ഓക്കെ സമാനാർത്ഥി ശബ്ദ ലിഖോ ബ്രാക്കറ്റിലുണ്ട് അത് സെലക്ട് ചെയ്ത് എഴുതണം പിത മീൻസ് താത് ജനക് ഫാദർ താത് ജനക് പാസ് അടുത്ത് നിക്കട്ട് ഫസ്റ്റ് വേർഡ് ബ്രാക്കറ്റിലെ ഫസ്റ്റ് വേർഡ് എടുത്തത് നിക്കട്ട് പിന്നെ ലാസ്റ്റ് വേർഡ് സമീപ് നിക്കട്ട് സമീപ് മിസ് അത് ഒരു കാര്യം ചെയ്യാം മിസ് അത് ഗ്രൂപ്പിൽ അയച്ചേക്കാം മിസ് ഗ്രൂപ്പിൽ ഇട്ടതെല്ലാം നിങ്ങൾ നോട്ടിൽ കംപ്ലീറ്റ് ആക്കണേ ടെക്സ്റ്റ് നോട്ടും പാനി ജൽ നീർ
ജൽ നീർ ഇത്രയുണ്ടോ? പാനി ജൽ നീർ. നെക്സ്റ്റ് സർദി. സർദി എന്ന് പറഞ്ഞാല് ഛർദിയാ. സർദി എന്ന് എന്താ മീനിങ്? ഛർദിയാണോ? ഇത് പറഞ്ഞേ സർദിന്റെ മീനിങ്. തണുപ്പ്. യെസ് ലക്ഷ്മി പ്രിയ, വെരി ഗുഡ്. തണുപ്പ്. ജാഡ ഠണ്ട്. ജാഡ ഠണ്ട്. ഗ്രേസ് നോട്ടിലുള്ള ടെക്സ്റ്റും കംപ്ലീറ്റ് ആയ മോളെ? ഇതുവരെ കംപ്ലീറ്റ് ആയില്ലല്ലോ. കംപ്ലീറ്റ് ആവാതെ ഏതെങ്കിലും പേജ് വിട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് വേഗം ചോദിക്കണേ എക്സാമിന് മുന്നേ. ഓക്കെ. നെക്സ്റ്റ് പേജ് നമ്പർ 23. വചൻ ബദലോ, ചേഞ്ച് ദി നമ്പർ. വചൻ ബദലോ എന്നാൽ ഏകവചനം തന്നിട്ടുണ്ടാവും, ബഹുവചനത്തിൽ എഴുതാൻ. ഏകവചനം തരും, ബഹുവചനത്തിൽ എഴുതാൻ. അപ്പൊ ഇതെല്ലാം എക്സാമിന് പഠിക്കണേ. ടെക്സ്റ്റ് ബുക്കിലും നോട്ട്ബുക്കിലായി എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ. ഏകവചനം വരുവോ, ലിങ്ക് ബദലിയെ വരുവോ, വേർഡ് മീനിങ് വരുവോ എന്ന് വീണ്ടും സംശയം ചോദിക്കരുത്. അതിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ എല്ലാം പഠിച്ചോ. ചേഞ്ച് ദി നമ്പർ. ഗർമി ഗർമിയാം. അപ്പൊ സർദി എന്തായിരിക്കും? ഗർമി ഗർമിയാം എന്നാണെങ്കിൽ സർദി സർദിയാം. എല്ലാം അങ്ങനെ എഴുതേണ്ടത്. ഏറ്റവും അവസാനം ഇത്രയും നിങ്ങൾ ചിന്തിക്കേണ്ട. ഏറ്റവും അവസാനം ഈ എന്ന സ്വരാക്ഷരത്തിൽ അവസാനിക്കുന്നവയുടെ എല്ലാം ബഹുവചനം യാം ചേർത്ത് എഴുതുക. ചുനൗത്തി ചുനൗത്തിയാം, ബേട്ടി ബേട്ടിയാം, ഹാൻഡി ഹാംഡിയാം, ചുനൗത്തി ചുനൗത്തിയാം, ദൂരി ദൂരിയാം. കേട്ടോ? ഈയിൽ അവസാനിക്കുന്നോണ്ട് എല്ലാം യാം ചേർത്ത് എഴുതുക. അടുത്ത പറ. ഉചിത സർവനാം ശബ്ദ ലിഖിക്കർ വാക്യ പൂരേക്കരോ. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന യോജിച്ച സർവനാമം എടുത്തിട്ട് ഫില്ല് ചെയ്യാം. ഫസ്റ്റ് അവിടെ ഉണ്ട് മേം, ഞാൻ. മേം ഈ ചുനൗത്തിക്ക് തയ്യാറും. അടുത്തത് തും, നിങ്ങൾ എങ്ങനെയാണ് ഈ തണുത്ത വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞത്? തും ചേർക്കുക. തും നിങ്ങൾ. രണ്ടാമത് തും. देश व्यर्थ ही अधीर हो रहे हैं. आप അവിടെ आप. നെക്സ്റ്റ് അബ് ബേട്ടി എന്ന് കണ്ടോ നിങ്ങള്? ബേട്ടി മകൾ. അപ്പൊ സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ട് അവിടെ അതിന് മുന്നേ എന്ത് ചേർക്കണം? മേരി. अब मेरी बेटी का विवाह आराम से कर सकूंगा. अब मेरी. लास्ट वन कल उसे उसे നാളെ അവനെ അദ്ദേഹത്തെ അവനെ. മഹൽ മേം ബുലാവോ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. കൽ ഉസേ കൽ ഉസേ. മേം സെക്കൻഡ് വൺ തും. നെക്സ്റ്റ് ഷഹാന ക്ലിയർ ആവുന്നില്ല മോളെ? നിന്റെ എന്തെങ്കിലും നെറ്റിന്റെ പ്രശ്നമായിരിക്കും മോളെ. മിസ് ഗ്രൂപ്പിലായിരിക്കും, നിങ്ങൾ അത് നോക്കി എഴുതി വെച്ചോട്ടോ. ഇനി ലാസ്റ്റ് വൺ. ക്ലാസ് കട്ടാവാറായി എങ്കിൽ കൂടി മിസ് അത് അയച്ചു തരും, അത് നിങ്ങൾ എഴുതുക. അക്ബറിനെ ഐലാൻ കർത്തേ ഹുയേ കഹ എന്നാ വേണ്ടറിയോ? ക്രിയാ ശബ്ദത്തിന്റെ അടിയിൽ വരയിടണം, എന്നിട്ട് അത് എടുത്തിട്ട് ഡാഷ് ഇട്ടെടുത്ത് എഴുതണം. ഏറ്റവും ലാസ്റ്റത്തെ എല്ലാം അടിയിൽ വരട്ടെ. എല്ലാ സെന്റൻസിന്റെയും ഏറ്റവും ലാസ്റ്റ്
കഹ കഴിഞ്ഞിട്ട് തയ്യാർഥ. സെക്കൻഡില് തയ്യാർഥ. അവിടെ അണ്ടർലൈൻ ചെയ്തോ. അതെടുത്ത് വലത്തോട്ട് എടുത്ത് എഴുതുക. നെക്സ്റ്റ് തേർഡില് പകേഗി. ഫോർത്ത് സോച്ചിതാരഹ. ഫിഫ്ത്ത് ദേംഗെ. ഇത്രയും അണ്ടർലൈൻ ചെയ്തിട്ട് അത് വലത്തോട്ട് എടുത്ത് എഴുതുക. അതായത് ക്രിയാശബ്ദങ്ങൾ അടിയിൽ ക്രിയ ഏതാണോ അതിന്റെ അടിയിൽ വരയിടുക. അത് എന്നിട്ട് മുമ്പ് മാർക്ക് അവിടെ ഫില്ല് ചെയ്യണം എന്നാണ് പറഞ്ഞത് ക്വസ്റ്റ്യൻ. ക്രിയാശബ്ദങ്ങള് ക്രിയ സൂചിപ്പിക്കുന്ന നമ്മളൊരു പ്രവൃത്തി ചെയ്തു എന്ന് കാണിക്കുന്ന ശബ്ദങ്ങള്. ഇനി നാലാമത് നമ്മൾ ഇപ്പൊ വായിച്ചതിന്റെ ഏതെങ്കിലും ഇഷ്ടമില്ല 4 സെന്റൻസിന്റെ മലയാളം താഴെ തർജ്ജമ ചെയ്യാൻ വേണ്ടിട്ട്. മനസ്സിലായോ? ഏതെങ്കിലും ഇഷ്ടമുള്ള 4 മീനിങ്ങുകൾ. അതിലോ രണ്ടാമത്തെ മീനിങ് എന്താണ്? ഗരീബ് പിത ഇസ് ചുനൗത്തി കെ ലിയെ തയ്യാർ ഥാ. പാവപ്പെട്ട അച്ഛൻ ഈ വെല്ലുവിളി സ്വീകരിച്ചിരുന്നു. തൊട്ടു മുകളിൽ രണ്ടാമത്തെ വീട്. പാവപ്പെട്ട അച്ഛൻ ഈ വെല്ലുവിളി സ്വീകരിച്ചിരുന്നു. അതാണ് അവിടെ എഴുതേണ്ടത്. ഇഷ്ടമില്ല എഴുതാട്ടോ. 4 എണ്ണം. ബീർബൽ ऐसे तो ये खिचड़ी कभी नहीं पकेगी. ബീർബൽ മൂന്നാമത്തത്. ബീർബൽ എങ്ങനെയാണ് ഈ കിച്ചടി റെഡിയാവുക? ആഹാരം സോറി കബി നഹീം പകേഗി. ഒരിക്കലും പാകമാകില്ല. പാകമാകില്ല എന്നല്ല വേവില്ല എന്നർത്ഥം.